കപ്പ കേസിൽ അറസ്റ്റിലായ വാഴോട്ടുകോണം ബി.ജെ.പി കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF കോർപ്പറേഷൻ മാർച്ച് നടക്കുകയാണ്. വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നുണ്ട്. നൌഫൽ, സുഗതനെ ഈ കൗൺസിലിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ഒരു വലിയ ആവശ്യം ഉയർത്തിയിട്ടാണ് ഇപ്പോൾ LDFന്റെ പ്രതിഷേധം ശക്തമാകുന്നത്. മാർച്ച് എവിടം വരെ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, ഇന്ന് രാവിലെയാണ് ഈ പറയുന്ന കാപ്പ കേസ് പ്രതിയും നിലവിൽ അറസ്റ്റിലായ വാഴോട്ടുകോണം ബി.ജെ.പി കൗൺസിലർ കൂടിയായിട്ടുള്ള R. സുഗതനെ കൗൺസിലിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് അല്ലെങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KN ബാലഗോപാലാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് തന്നെ ഒരുപാട് കേസുകൾ, രാഷ്ട്രീയപരമായും മറ്റും കേസുകൾ നേരിട്ടവരാണ് പല നേതാക്കന്മാരും. അത്തരത്തിലാണ് BJP ഈ കാര്യത്തിൽ സുഗതനെ ന്യായീകരിക്കുന്നത്. പക്ഷേ അല്ല, ഇന്നലെയും നമ്മൾ പുറത്തുവിട്ടതാണ് 19ഓളം കേസുകൾ, വധശ്രമം 6ഓളം വധശ്രമം ഉൾപ്പെടെ 19ഓളം കേസുകൾ നിലനിൽക്കുന്ന ആ തരത്തിൽ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തിയ ആളാണ് R. സുഗതൻ. അങ്ങനെ ഒരാളെയാണ് BJP ന്യായീകരിക്കുന്നത്. മാത്രമല്ല, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുൻ MLA കൂടിയായിട്ടുള്ള PK പ്രശാന്ത് പറഞ്ഞതുപോലെ BJPയിൽ നിന്ന് പുറത്താക്കി എന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഫ്ലക്സ് വെച്ച ഒരാൾ കൂടിയാണ് ഈ സുഗതൻ. ആ സുഗതനെയാണ് പിന്നീട് പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി VV രാജേഷിനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ തോൽപ്പിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി പിന്നീട് സീറ്റ് ഒപ്പിച്ചെടുത്ത് അങ്ങനെ മത്സരിച്ച ആളാണ് സുഗതൻ. ആ സുഗതനെയാണ് BJP ന്യായീകരിക്കുന്നത് എന്നുകൂടി ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തന്നെയായാലും LDFന്റെ CPIയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയായിട്ടുള്ള V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നിരന്തരമായ പ്രക്ഷോഭങ്ങളുമായി തന്നെ ഇടതുപക്ഷം LDF മുന്നോട്ട് പോകും. അത്തരത്തിൽ 23-ാം തീയതി വരെ CPIMന്റെ ജില്ലാ സെക്രട്ടറി V. ജോയി പറഞ്ഞതനുസരിച്ച് 23-ാം തീയതി വരെ ഈ കൗൺസിൽ യോഗം വിളിക്കുന്നില്ല എന്ന ഒരു പ്രധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അഥവാ കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും ഈ R. സുഗതൻ പങ്കെടുത്തിട്ടില്ല. 3-ാമത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാകുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് BJP നഗരസഭാ കൗൺസിൽ യോഗം വൈകിപ്പിക്കുന്നു. ഈ അവസ്ഥ മാറ്റണം. അതിനൊരു സാവധാനം അല്ലെങ്കിൽ ഒരു പരിധി എന്നോണം 23-ാം തീയതി വരെ സമയം നൽകുന്നുണ്ട്. ആ തരത്തിൽ ഈ സുഗതനെ പുറത്താക്കുക അല്ലെങ്കിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുക എന്നൊരാവശ്യം കൂടി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ തയ്യാറായില്ല എങ്കിൽ 23-ാം തീയതി മുതൽ നഗരസഭയ്ക്ക് മുന്നിൽ റിലേ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതൻ രാജിവെക്കുന്നതുവരെ അല്ലെങ്കിൽ പുറത്താക്കുന്നതുവരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിന്ധൂരി.